മനോജ് ഗെറ്റ് റെഡി ഫാസ്റ്റ്. വേഗം വാ, അവൻ വെളിയിലുണ്ട്. അവളെ കൂട്ടി വേഗം പുറത്തേക്ക് വാ. ഞാൻ വേറെ ആവശ്യത്തിനായിട്ട് ബാങ്കോക്ക് വന്നപ്പോ കൈലാസിനെ പിടികൂടി സാർ. ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് 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 പറയരുതെന്ന്. ഞാൻ എന്ത് ചെയ്യണം സാർ? നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തായിട്ട് വരണം. നീ അവിടെ നിന്നു. ഹലോ, എവിടെയുണ്ട് നീ? വീട്ടിലുണ്ടെണ്ണ, പൂജ ചെയ്യുവാ. നിന്റെ കൈലാസിനെ കിട്ടിയിട്ടുണ്ട്. 3 കോടി അല്ലടാ, 4 കോടി നീ തരും. എപ്പോഴാ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തിട്ടില്ല, ദൂരെയാ, ബാങ്കോക്കിൽ. ബാങ്കിലും വീട്ടിലും പൈസ ഉണ്ട്. Did you slap me? You slapped me? Why? You know, ഒരു പെണ്ണ് ഈയിടെ എന്നോട് വഴക്കിട്ടു. ഞാൻ അവളെ അങ്ങ് കൊന്നു. നീ എന്നെ കൈനീട്ടി അടിച്ചു. നിന്നെ എങ്ങനെ കൊല്ലേണ്ടത്? ഹലോ, അവരെ ചോട്ട് പിടിച്ചത്രേ. അവരെ കണ്ടുപിടിക്കേ, രണ്ടിനെ കണ്ടുപിടിക്കേ. എന്റെ ദൈവമേ, ഈ കമ്മീഷണർ എന്ത് ചെയ്തെന്നറിയാമോ? ഇന്റർനെറ്റിൽ കൊടുത്തത്രേ. ബേസിക്കലി എന്താ പറ്റിയത്? എന്റെ ആൾക്കാർ മൊത്തം നശിച്ചു പോണെന്ന് കരുതുന്നുണ്ടോ നിങ്ങള്? അവർ 4 പേരുണ്ട് ഗുരു. അത് ഏതാണ്ട് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ എന്റെ അടുത്ത് 2 കോടി ചോദിക്കുവോ കമ്മീഷണർ? അത് അയാൾക്ക് ഭ്രാന്തായതുകൊണ്ടാ. ഞാൻ ചോദിക്കുന്നത് 10 കോടിയാ. 10 കോടി കൊല്ലടാ, എന്നെ കൊന്നു കളടാ. ചേട്ടന് പോലെ എന്നെയായിരുന്നു കൊല്ലേണ്ടത്. അയാൾ ജീവിച്ചിരിക്കുന്നതായിരുന്നു ഇതിലും നല്ലത്. എടാ, ജനറലായി ആൾക്കാർ ടോയ്ലറ്റ് പോകടാ. നീ റോഡിൽ പോവും. ഡീൽ ഫിക്സ്ഡ്. ഡീൽ ഫിക്സോ എന്ന് വെച്ചാൽ നീ റോഡിൽ പോകാൻ പ്രിപ്പയർ ആയെന്നോ? കൈലാസിനെ കൊന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഓക്കെ? Hey, what is this? ഓ, അത് ശരി. എന്താ പറഞ്ഞേ? ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടെന്ന്. ആ ചോട്ടുന്റെ നമ്പർ സംഘടിപ്പിക്കണം. നിന്റെ ബോയ് ഫ്രണ്ട് ഇപ്പൊ എവിടെയുണ്ട്? അവന്റെ നമ്പർ എത്രയാ? പറയാൻ. ഹലോ. ഹലോ ചോട്ടു, ജോണിയാ സംസാരിക്കുന്നത്. കൈലാസ് അവിടെ ഉണ്ടോ മോനെ? ഹലോ 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 ഹലോ. നീ എന്റെ അടുത്തുണ്ടെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? ആരറിഞ്ഞു? വേറെ ആര്? ജോണി. എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ ആ കമ്മീഷനോട് പറയരുത്. അയാൾ ഒറ്റ കൊടുത്തതായിരിക്കും. കമ്മീഷണർ അങ്ങനെ ചെയ്യില്ല. വാല്യൂ എന്താ നിനക്ക് അറിയാമോ? നിനക്കിപ്പോ മറ്റാരെക്കാളും വിശ്വസിക്കാം. ഹലോ ഹലോ ചോട്ടു. ഹലോ ഹലോ ഹലോ. നീ പറഞ്ഞപ്പോ ഒരു സംശയം, ഒന്ന് ചെക്ക് ചെയ്യാം. ഹലോ, ഇവിടെ ആരൊക്കെ വന്ന് കൈലാസിനെ കൊന്നു സാർ? ഞാനെന്ത് ചെയ്യണം? ഇവിടുന്ന് കുറച്ചു പേര് കൈലാസിനെ കൊല്ലാൻ അവിടെ എത്തിയിട്ടുണ്ട്. ആരും കാണാതെ നീ ഇങ്ങോട്ട് പോരെ. ഓക്കെ സാർ. നീ പറഞ്ഞ ശരിയാ. എന്റെ ആൾക്കാരെ ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചു. എന്നെ ഒരാളെ തീർത്താ ആ മിനിസ്റ്റർ പ്രോബ്ലംസ് എല്ലാം തീരും. നിനക്ക് മറ്റൊരു കാര്യം പറഞ്ഞുതരാം.
മന്ത്രി രാജേന്ദ്രനെ കൊന്നത് നീ വിചാരിക്കും പോലെ ഞാനല്ല. പ്രശ്നമൊന്നുമില്ലല്ലോ. മിസ്സായി പോയതല്ലടാ, മിനിസ്റ്ററെ കൊന്നത് നീയല്ല, മിനിസ്റ്റർ അനിയനാ. സോറി ഏട്ടാ, സോറി സോറി. അയ്യോ അയ്യോ ചേട്ടാ, അയ്യോ ചേട്ടാ, ചേട്ടാ അയ്യോ. അന്നേ ദിവസം അവന്റെ ചേട്ടൻ ഒരു തരത്തിൽ മിസ്സാവരുന്ന് കരുതി അവൻ തന്നെയാ കൊലപാതകം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മിനിസ്റ്റർക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ പേടി. ജോണി ഭായ്, ഡോണ്ട് വറി ജോണി ഭായ്. എന്തിനാ പേടിക്കുന്നത് ജോണി ഭായ്? ആ കമ്മീഷൻ ഫോൺ ചെയ്തിരുന്നു, കൈലാസിനെ ആരോ കൊന്നത്രേ. ഇവിടെ ഉള്ളവനെ ആര് കൊന്നു നിങ്ങൾ ഈ പറയുന്നത്? ധൃതി പിടിച്ച് താങ്ക്സ് ഒന്നും പറയണ്ട. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഐ വിൽ കോൾ. ഗുഡ് ന്യൂസ് പറയടാ, മനസ്സമാനെന്താ? ജോണി പറയ്. സോറി ചോട്ടു, നെറ്റ്വർക്ക് ജാം ആയതുകൊണ്ടാണ്. ഇപ്പൊ നീ എവിടെ ഉണ്ട് പറയ്. വിഷയം അതല്ല, നിന്റെ കസ്റ്റഡിയിലുള്ള കൈലാസിനെ എനിക്ക് തരണം. ഞാൻ എന്തിനു തരണം? എന്ത് പറ്റി ചോട്ടു? കേൾക്കുന്നുണ്ടോ നിന്റെ ഡാർലിങ്ങിന്റെ വോയിസ്? മര്യാദയ്ക്ക് കൈലാസിനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാ നല്ലത്. നിന്റെയാണ് ആവശ്യം, എനിക്ക് ആവശ്യമൊന്നുമില്ല. സമീരയും കൊണ്ട് എന്റെ അടുക്കലേക്ക് വാടാ നീ. എന്താ പറഞ്ഞത്? ഹീസ് ബ്ലാക്ക്മെയിലിംഗ് മീ ബ്രഹ്മാജി, ബ്ലാക്ക്മെയിലിംഗ് മീ. അതിന് എന്നെ തല്ലണെന്തിനാ? പിന്നെ തല്ലാതെ നീ ഒരിക്കലും എന്നെ വില്ലൻ എന്ന് വിളിച്ചില്ലേ? പക്ഷെ വില്ലൻ അവനാണ് ബ്രഹ്മാജി. ഐ എം എ ഹീറോ. ഇപ്പൊ നീ വിശ്വസിച്ചോ? താങ്ക് യുടാ. ശരി, നിന്റെ നായകൻ ചെല്ലാൻ പറഞ്ഞു. നമുക്ക് അല്പം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങ് പോയാലോ? നീ വാ. എന്നെ വിട്ടയച്ചൊന്ന് മനസ്സിലായ ജോണി നിന്നെ കൊന്നുകളയും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. നിന്നെ എന്താ വിട്ടയക്കുന്നതെന്ന് അറിയാവോ? നിന്നെ തിരികെ ഏൽപ്പിക്കാമെന്ന് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാ. എനിക്ക് നിന്നെ കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് പ്രാർത്ഥിച്ചു. പൊക്കോ. കൈലാസ് എവിടാ? സമീര എവിടെടാ? അവളെ കണ്ടാലേ നീ വിശ്വസിക്കൂ. ട്രസ്റ്റ് മീ, ഷീസ് ഇൻ ദ വാൻ. മിസ്സിംഗ് ഹിയർ. വാണ്ട് ടു സീ ഹിയർ. കാണാതെ വിശ്വസിക്കില്ലല്ലേ? സമീര, എടീ, സമീര, കാണ് നിന്റെ സമീരെ. Believe me. സമീര, നീ തല്ലും അലടി. Now you must believe me, right? no! എനിക്ക് ഈ ലേഡീസ് എന്ന് വെച്ചാ എന്ത് ദേഷ്യം നിനക്ക് അറിയാലോ ചോട്ടു. ഇവളെ ഞാൻ കൊല്ലാതെ വിട്ടത് എന്താണെന്നറിയോ? അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. എന്നെ വെറുതെ ടോർച്ചർ ചെയ്ത് പറയുന്നുണ്ടോ നീ? പറയുന്നുണ്ടോന്ന്? അതോ ഞാൻ ഇതൊക്കെ അടിച്ച് തകർക്കണോ?
ഷൂട്ട് ബ്രഹ്മജി, ഷൂട്ട് ഷൂട്ട് ബ്രഹ്മജി. നിന്നെ പോലൊരുത്തന്റെ അവസാനത്തിന് സമയമായി. ചോടോ, ദാ പിടിക്കാൻ. ബ്രഹ്മജി, ഇവനെ കൊല്ല. ഇവന് വേണ്ടിയുള്ള അടിമപ്പണി ഞാൻ നിർത്തി. ഇവനൊരു സാഡിസ്റ്റാ. ഇവൻ എത്ര പേരെ ടോർച്ചർ ചെയ്തിരിക്കുന്നു. നോക്കി നിൽക്കണം, കൊല്ല. എന്നെ കൊല്ലാൻ പറയുന്നു. നിനക്ക് ഭ്രാന്തായോ? നീ എന്നെ ചതിച്ചു. നീ എന്നെ കൊല്ലാൻ പറഞ്ഞു. ബ്രഹ്മജി, വിടരുതവനെ. Don't lie to me. വിടരുതവനെ. No, shoot, no, shoot him. വിടരുത്. Hey, ചോട്, come on, take it. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കണം. വന്ന് നീ എന്റെ പെണ്ണിന്റെ പ്രാണനെടുക്കാൻ തുനിയുന്നല്ലടാ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു നോക്ക്. ഇതുവരെ ജസ്റ്റ് വാം അപ്പ്. നിന്നെ കാണുമ്പോ മനസംതൃപ്തിയോടെ ഒരു മർഡർ ചെയ്യണമെന്ന് തോന്നുക. കഷണങ്ങളാക്കി നിന്നെ എങ്ങനെ കൊല്ലണം ഒരു ഐഡിയ പറഞ്ഞതാ. വെട്ടിന്റെ കളി തീർക്കും. സമീര, സമീര നോക്ക്, ഞാൻ എന്ത് ചെയ്യാൻ പോവാൻ നോക്ക്.
പോലീസ് മന്ത്രി നരേന്ദ്രകുമാറിനെ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹോദരനും മുൻ മന്ത്രിയുമായ രാജേന്ദ്രകുമാറിന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി ഇദ്ദേഹമാണെന്ന് പോലീസ് പറഞ്ഞു. അമ്മ, അമ്മയുടെ മകൻ വന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ മരുന്ന് വാങ്ങിട്ട് വരാം. ശരി അമ്മ, ഞാൻ പോയി വരട്ടെ. റെസ്റ്റ് എടുക്ക. കൈലാസേ, ശരി. താങ്ക്സ്. ശരി മോളെ. എടാ മോനെ, നിന്റെ അനിയനുണ്ടല്ലോ, ജീവിച്ചിരിപ്പുണ്ട്. ആര് പറഞ്ഞു? ഇപ്പൊ ചിദംബരം കൂടി മരിച്ചുപോയി. നമ്മൾ എങ്ങനെ അവനെ കണ്ടെത്തും? ആ ചോട്ടൂനോട് നമുക്ക് പറയാച്ചാ. മിസ്സായി പോകുന്നവരെ കണ്ടുപിടിക്കലല്ലേ അവന്റെ ജോലി തന്നെ. അതൊക്കെ പോട്ടെ. എന്താ അനിയന്റെ പേര്? നിരഞ്ജൻ. വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്റെ അച്ഛനമ്മ എവിടെയാണോ ആവോ. ഇനിയിപ്പോ നിനക്ക് ഞാനുണ്ടല്ലോ. എന്താ വീരയ്യ? എന്റെ ഇളയ മകൻ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് അവനെ കണ്ടുപിടിക്കണം. അതിനെന്താ, ഇങ്ങോ. ചോട്ടു അവന്റെ അച്ഛനെയും അമ്മയും കണ്ടുമുട്ടാൻ പോകുന്നു. അവരുടെ രക്ഷകനായി, പ്രിയപ്പെട്ടവനായി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു.